Welcome back, students. Welcome to our IT class. It's been a while, and I want you to recollect all the things which we were discussing in our previous classes before you started proceeding further. So we are straightly going into the next topic, which is operating system based on the types of interfaces. Operating systems based on the types of interfaces. First of all, I would like to ask you a question. What is interface? Interface എന്ന് പറഞ്ഞാൽ എന്താണ്? Operating system based on their interfaces. That's what we're going to discuss now. So before proceeding to that topic, we need to know what literally this interface means. Interface എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇൻ്റർഫേസിൻ്റെ ബേസിൽ എന്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന OSകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടുള്ളൂ. സോ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? As we all know, what is the function of OS? OSൻ്റെ ഫങ്ഷൻസ് നമുക്കറിയാം. എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഇറ്റ് ഈസ് an interface between the computer and the user. യൂസറിനും കമ്പ്യൂട്ടറിനും ഇടയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻ്റർഫേസാണ് OS എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ഇൻ്റർഫേസ്? നമുക്ക് അതായത് യൂസർ നീഡ് ടു ഡു വർക്ക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. In order to do works with the help of computer, we in the sense the user need to communicate with the computer. In order to communicate with the computer, we need to give some input to the computer. കമ്പ്യൂട്ടറിനെ കൊണ്ടൊരു വർക്ക് ചെയ്യിക്കണമെങ്കിൽ യൂസർ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? OS യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ യൂസറുമായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഗീവ് സം ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻപുട്ട് ഡിവൈസസ് വേണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയണം. അത് എങ്ങനെ കൊടുത്താലാണ് കമ്പ്യൂട്ടർ അത് സ്വീകരിക്കുക? നമ്മൾ ഇപ്പോൾ വി നീഡ് ടു നോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1500 ആൻഡ് 500. അത് നമുക്കറിയണം, അതിൻ്റെ ഡിഫറൻസ് എന്താണ്. അപ്പോൾ അറിയണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് പോയിട്ട് വയ്യ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? 1500 മൈനസ് 500 ഈസ് ഈക്വൽ ടു വാട്ട് എന്ന് നമ്മൾ കമ്പ്യൂട്ടറിനോട് ചോദിച്ചാൽ കമ്പ്യൂട്ടർ പറഞ്ഞു തരുമോ? ഇല്ല. സോ വി നീഡ് ടു ഡു ഇറ്റ് ഇൻ എ പെർഫെക്റ്റ് വേ, in a way which computer can understand what our query is, so that computer can provide a better resolution regarding that. അപ്പോൾ നമ്മുടെ ക്വറി എന്താണ്? അത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ക്വറി അത് നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളത് അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ കമ്പ്യൂട്ടർ അതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് തരും. സോ ഫോർ ദാറ്റ് ഇപ്പോൾ ഡിഫറൻസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വി നീഡ് ടു ഗീവ് സം ഇൻപുട്ട് മാത്രം കൊടുത്താൽ മതിയോ? 1500 എന്ന് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അതിൻ്റെ ഡിഫറൻസ് ആണോ, എന്താണോ, അഡീഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, അതിൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കമ്പ്യൂട്ടറിന് അറിയില്ല. അത് നമ്മൾ ചെയ്യണം. സോ വി നീഡ് ടു ഗീവ് പ്രോപ്പർ ഇൻപുട്ട് ബൈ യൂസിങ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ടൊരു ഒരു എന്താ പറയുക, ഒരു ഇൻ്റർഫേസ്, അതിനെയാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ യൂസ് ചെയ്ത് കമ്പ്യൂട്ടറിന് അത് കൊടുക്കുന്നുണ്ട്, കമ്പ്യൂട്ടറിന് അത് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് കമ്പ്യൂട്ടർ അത് നമുക്ക് തരുന്നുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇൻ്റർഫേസിനെ ബേസ് ചെയ്ത് OSനെ തരംതിരിച്ചിട്ടുണ്ട്. They are mainly out of two types: CLI, command line interface, and GUI, graphical user interface. Command line interface, interface which uses commands. That's what it means. Command line interface എന്ന് പറഞ്ഞാൽ എന്താ? ഒരു interface which uses commands. At the first stage of കമ്പ്യൂട്ടർ ഇൻവെൻഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടല്ലോ, ഏർലി 70s ആൻഡ് 80s അല്ലെങ്കിൽ 60s 70s 80s, ആ ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു. കമ്പ്യൂട്ടർ ഭയങ്കര വലുതായിരുന്നു, ഒരു റൂമിൻ്റെ വലുപ്പം ഉണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആസ് ടൈം പ്രൊസീഡ്സ് അവർ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇതിനെ ചെറുതാക്കി കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അതിനൊപ്പം തന്നെ ഫസ്റ്റ്, if we wanted to, it wasn't available for the സിവിലിയൻസിന് കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു at the first stage. ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ വേണമെങ്കിൽ we can buy it. If you have money, you can buy it. പക്ഷേ in early stages it wasn't available for the civilians.
So in order to get, or if we manage to get this computer at that time, we wouldn't be able to do any works with the help of computer if you aren't unaware of any, how to code, or what are the code lines used for computer in order to work with it. കമ്പ്യൂട്ടറിന് വർക്ക്, അതായത് നമുക്ക് പഴയ കാലത്ത് കമ്പ്യൂട്ടേഴ്സ് സിവിലിയൻസിന്, സാധാരണ ജനങ്ങൾക്ക് അവൈലബിൾ അല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാലും, സാധാരണ ജനങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ കിട്ടിക്കഴിഞ്ഞാലും അതുമായിട്ട് വർക്ക് ചെയ്യണമെങ്കിലോ നമുക്ക് കമാൻഡ്സ് അറിയണം. കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കമാൻഡുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനെയാണ് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് സിംപ്ലി എ ബോക്സ്. Computer is just a box at that time. Command line interface. I'm talking about command line interface. So just imagine there's a box, a monitor, a early kind of monitor. പഴയ മോണിറ്റർ കണ്ടിട്ടുണ്ടോ? വലിയ LCD മോണിറ്ററുകളല്ല, ഒരു ബോക്സ്, ഒരു ചതുരം പോലെ ഇരിക്കുന്ന മോണിറ്ററുകൾ, CRT മോണിറ്ററുകൾ. അങ്ങനെ ഒരു മോണിറ്റർ, and with a black screen, there is nothing, no graphics, nothing. A black screen and a slash blinking. ഒരു ബ്ലാക്ക് സ്ക്രീനും അതിൻ്റെ അകത്തൊരു സ്ലാഷ്, വൈറ്റ് സ്ലാഷ് ബ്ലിങ്കിങ്. ഇതാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പഴയത് ഗ്രാഫിക് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇതാണ്. സ്ക്രീനിൽ, ബ്ലാക്ക് കളർ സ്ക്രീനിൽ ഒരു സ്ലാഷ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ്സ് വാട്ട് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് കമ്പ്യൂട്ടർ ലുക്ക് ലൈക്ക്. അപ്പോൾ അതിനെ വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? കമാൻഡ്സ് നമ്മൾ കൊടുക്കണം. In order to work with the computer, or in order to make the computer work, based on our needs, you need to know what kind of commands do we have to give to the computer. അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും പ്രോപ്പർ മാനറിൽ കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന പോലെ അല്ലായിരുന്നു. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്. ഇപ്പോൾ നമുക്ക് എന്താണ്, ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഒരു ഫയലിനെ കോപ്പി ചെയ്ത് മറ്റൊരു ഫോൾഡറിലേക്ക് ഇടണം. ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഒരു ഫയലിനെ കോപ്പി ചെയ്ത് ഒരു ഡ്രൈവിലേക്ക്, അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവിലേക്ക് നമുക്ക് കോപ്പി ചെയ്തിടണം. അതിനിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ കൊണ്ട് എങ്ങനെ സാധിക്കും? ഐദർ വി ക്യാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇറ്റ് ടു ദ pen drive or external hard disk which is connected to the computer. കമ്പ്യൂട്ടറിൻ്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ പെൻ ഡ്രൈവിലേക്കോ ആണ് നമുക്ക് ഈ ഫയൽ കയറ്റണമെങ്കിൽ അതിനെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇടാം. അങ്ങനെ ഇട്ടാൽ അത് കോപ്പി ആവും. അല്ലെങ്കിലോ all you have to do is right clicking on the file, select copy, and then go to the destination folder or pen drive and right click paste. That is another version. Or അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമുക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഫയലിനെ അതിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു, ആൻഡ് ഫ്രം ദാറ്റ് ഓപ്ഷൻസ് വി ക്യാൻ സെലക്ട് അവർ external hard disk or the pen drive. അപ്പോൾ ഈ രീതിയിലുള്ള വഴികളിലൂടെ നമുക്കൊരു ഫയലിനെ ഒരു പെൻ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഡെസ്റ്റിനേഷനിലേക്കോ കോപ്പി ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റും. ദീസ് ആർ ദ വേസ് വിച്ച് വി ഹാവ് nowadays in order to copy a file from one folder to another folder. പക്ഷേ when we use CLI, Command Line Interface OS, we need to give codes. We can't see anything other than this black screen and one slash. ഒരു ബ്ലാക്ക് സ്ക്രീനും ഒരു ബ്ലിങ്ക് ചെയ്യുന്ന സ്ലാഷും അല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇഫ് യു വാണ്ടഡ് ടു ട്രാൻസ്ഫർ വൺ ഫയൽ ഫ്രം വൺ ഫോൾഡർ ടു അനദർ, യു നീഡ് ടു കോഡ്. യു നീഡ് ടു നോ വാട്ട് കൈൻഡ് ഓഫ് കോഡ് we have to use in order to transfer this file from one place to another. അപ്പോൾ ആ കോഡ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ കമ്പ്യൂട്ടർ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുള്ളൂ. ദാറ്റ്സ് വൈ ഐ സെഡ് ഇറ്റ് വാസൻറ്റ് അവൈലബിൾ ഫോർ ദ സിവിലിയൻസ്. ഇപ്പോൾ സിവിലിയൻസിന് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സയൻറ്റിസ്റ്റുകളൊക്കെയാണ് ആ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദിസ് ഈസ് CLI, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ? അതായത് ഒരു ബ്ലാക്ക് സ്ക്രീൻ, അതിൻ്റെ അകത്ത് നമ്മൾ ഇൻ ഓർഡർ ടു വർക്ക് വിത്ത് ദാറ്റ് കമ്പ്യൂട്ടർ വിച്ച് യൂസ് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, വി നീഡ് ടു നോ വാട്ട് കൈൻഡ് ഓഫ് കമാൻഡ്സ് we have to provide or we have to type in order to work with the computer. എന്ത് തരത്തിലുള്ള കമാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതൊക്കെ കമാൻഡാണ്, അത് കമാൻഡിനൊക്കെ ഓരോ ഫോമുണ്ട്. ചുമ്മാ നമ്മൾ കമ്പ്യൂട്ടറിനോട് കമ്പ്യൂട്ടർ സിങ് എന്ന് അഴിച്ചെടുത്ത് ഞാൻ കമ്പ്യൂട്ടർ പാട്ട് പാടുമോ? ഇല്ല. അപ്പോൾ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന കുറേ സെറ്റ്സ് ഓഫ് കമാൻഡ്സ് ഉണ്ട്. വി നീഡ് ടു മെമ്മറൈസ് ദാറ്റ് ആൻഡ് അക്കോർഡിംഗ് ടു അവർ നീഡ് വി നീഡ് ടു
give these commands to the computer in order to work with that computer, which uses CLI, command line interface വെച്ച് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമ്മളിത് പഠിച്ചിരിക്കണം. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ OS. അതിൻ്റെ എക്സാമ്പിൾ DOS, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, MS-DOS, മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് എൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കം ടു GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം GUI ആണ്. നമ്മുടെ വിൻഡോസ്, എന്താ പറയുക, നമ്മുടെ ലാപ്ടോപ്സ് which comes in Windows 7, Windows 8, Windows 10, like that. Everything comes under this category GUI, graphical user interface. യൂസറുമായിട്ടുള്ള ഇൻ്റർഫേസ് ഗ്രാഫിക്കൽ രീതിയിൽ നടത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതിനുള്ളത്. അതാണ് നമുക്ക് ആ ഒരു ടേമിൽ നിന്ന് മനസ്സിലാക്കുന്നത്. As we have discussed in our first class that every terms in information technology says എന്താണ് അത് ചെയ്യാൻ പോകുന്നത്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണെങ്കിലോ യൂസറുമായിട്ടുള്ള ഇൻ്റർഫേസ് കമാൻഡ്സ് വഴി അക്സെപ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ്. ആൻഡ് വെറാസ് ഇൻ ദ കേസ് ഓഫ് GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സിനെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രാഫിക്സിൻ്റെ സഹായത്താൽ ചിത്രങ്ങളാകാം, ആനിമേഷൻസ് ആകാം, ഇതെല്ലാം ഗ്രാഫിക്സിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു all together comes all together, and then we can provide whatever things we need to computer. It will be very easy to perform this input giving process. ഈ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഈസി ആക്കുന്നു എന്ത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമുക്ക് കമ്പ്യൂട്ടർ ഓണാക്കി കഴിഞ്ഞതിന് ശേഷം ഇഫ് യു വാണ്ടഡ് ടു ഓപ്പൺ ഓർ ബ്രൗസ് ഇൻ ടു ദ ഫയൽസ് വിച്ച് അവൈലബിൾ ഇൻ ദ ഹാർഡ് ഡിസ്ക്, all we have to do is clicking on my computer icon. My computer icon ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും. We don't have to provide any codes for opening this my computer. അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആയിട്ട് വരും. പിന്നെ നമുക്ക് ഏത് ഫോൾഡറിലേക്ക് വേണമെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ അത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആയിരുന്നെങ്കിലോ ഈ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണമെങ്കിൽ വി നീഡ് ടു കോഡ്. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് തറോലി. അപ്പോൾ അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം. നമ്മൾ കമാൻഡ്സ് കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഏതിൽ? കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറയുന്ന OS യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടേഴ്സിൽ. അതായിരുന്നു ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. whereas in the case of GUI we can actually see a lot of graphics. We don't need to code so that the computers are available for the civiliansന്. ഇപ്പോൾ ആർക്കാണെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. 1-2 തവണ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഡ് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങളും. അത്രയ്ക്കും ഈസി ടു അണ്ടർസ്റ്റാൻഡ് കൈൻഡ് ഓഫ് ഇൻ്റർഫേസ് ഈസ് അവൈലബിൾ വിത്ത് ദിസ് GUI. സോ ദീസ് ആർ ദ 2 ഇൻ്റർഫേസസ്. ഇനി GUIയിൽ തന്നെ 2 തരത്തിലുള്ള വേറെ കാറ്റഗറീസ് വരുന്നുണ്ട്. ഇനി GUI എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ആൻഡ് അതിനെയും കടന്ന് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള സംഭവം എന്താണ്? ഫോർ എക്സാമ്പിൾ യു ക്യാൻ ടേക്ക് യുവർ മൊബൈൽ ഫോൺ, ഫോർ എക്സാമ്പിൾ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കീസൊന്നുമില്ല, ഒരു ബട്ടണുമില്ല, യാതൊരുവിധ ബട്ടൺസും അവൈലബിൾ അല്ല നമ്മുടെ ഫോണിൽ. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ കണ്ടുപിടിച്ചിരുന്ന സമയത്ത് ഫുൾ ഓഫ് ബട്ടൺസ് ആൻഡ് ഹാഫ് ഓഫ് ദ മൊബൈൽ ഫോൺ വാസ് ദ സ്ക്രീൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് the size of the screen increased. ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോഴും ഓരോ അപ്ഗ്രേഡ് കഴിയുമ്പോഴും നമ്മുടെ സൈസ് കൂടിക്കൊണ്ടിരുന്നു. നമ്മുടെ ആദ്യത്തെ മൊബൈൽ ഫോണിന് എന്തോരം ഉണ്ടായിരുന്നു? വളരെ ചെറുതായിരുന്നു. അതിൻ്റെ അകത്ത് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു 40%, ആൻഡ് 60% ഓഫ് ദ മൊബൈൽ ഫോൺ വാസ് കീസ് ആൻഡ് ദ കീസും ഒക്കെ ആയിരുന്നു അതിൻ്റെ ബാക്കിയുള്ള ഭാഗം. അപ്പോൾ പിന്നെ അടുത്ത വേർഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരൂടെ വലിയ സ്ക്രീനായി. പിന്നീട് ഇങ്ങനെ വന്ന് ഫുള്ള് സ്ക്രീനായി. പിന്നെ നമുക്ക് ബട്ടൺസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായി? ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നത് എന്താ? ടച്ച് സ്ക്രീൻ ഇസ് another type of interface which is available nowadays, which we use widely. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാത്തിലും ടച്ച് സ്ക്രീനാണ്. ഇപ്പോൾ കാറുകളിലായിക്കോട്ടെ, പുതിയതായിട്ട് വരുന്ന കാറുകളുടെ ഒക്കെ എന്താ പറയുക, അതിൻ്റെ അകത്തും നമുക്ക് നാവിഗേഷനും പിന്നെ മ്യൂസിക് പ്ലെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കീസ്
അവർ പുതിയതായിട്ട് ടച്ച് സ്ക്രീനുകളാണ് പുറത്തു വരുത്തുന്നത്. ഇപ്പോൾ കോക്പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ വിമാനത്തിൻ്റെ ഉള്ളിലൊക്കെ പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഒത്തിരി സ്വിച്ചസ്, a lot of switches, and the pilot needs to check all the switches are turned on, or the what is meant to be off is off or not. ഇതൊക്കെ നമുക്ക് എല്ലാം പൈലറ്റിന് നോക്കേണ്ടിയിരുന്നു. ഇപ്പോഴോ ഇപ്പം എല്ലാം ടച്ച് സ്ക്രീനാണ്. ഒരു 90% ഓഫ് ദ കോക്പിറ്റ് ഇസ് ടച്ച് സ്ക്രീൻ. അപ്പം നമുക്ക് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്? നമ്മുടെ സ്ക്രീനിൽ നമുക്ക് we can directly select and do operations by touching on the screen instead of clicking on using any input devices like mouses or any buttons. We can directly touch in the screen and do things. That is the difference. അപ്പോൾ ടെക്നോളജി ഓരോ വർഷം മുഴുവൻ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഡേ ബൈ ഡേ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ദ അപ്ഡേറ്റ്സ് വിച്ച് വി ഗെറ്റ്സ് all weeks for apps available in our mobile phone. മൊബൈൽ ഫോണിലെ ആപ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ വീക്കിലും തന്നെ അപ്ഡേറ്റ്സ് വരും. കാരണം എന്താ, അവരതിൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയൊക്കെ ബെറ്റർ ആക്കാം. അപ്പോൾ അങ്ങനെ ബെറ്റർ ആക്കി കഴിയുമ്പോൾ വി ഗെറ്റ് അപ്ഡേറ്റ് ആൻഡ് വി അപ്ഡേറ്റ്സ്. നമ്മുടെ ആപ്സൊക്കെ അപ്ഡേറ്റ് ചെയ്യും. ആദ്യം വാട്സാപ്പിൽ വീഡിയോ കോൾ ഉണ്ടായിരുന്നു, ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്തായി, വീഡിയോ കോളായി, അത് ഗ്രൂപ്പ് വീഡിയോ കോളായി. അങ്ങനെ ഡേ ബൈ ഡേ ഇത് എന്താ പറയുക, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം എന്തായിരുന്നു, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്. യൂസർ നീഡ് ടു നോ വാട്ട് ആർ ഓൾ ദ കമാൻഡ്സ്. യൂസർ നീഡ് ടു ഹാവ് എ തറവ് ഐഡിയ അബൌട്ട് ഹൗ ടു ഗിവ് കമാൻഡ്സ് ടു ദ കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു വർക്ക് വിത്ത് ദ കമ്പ്യൂട്ടേഴ്സ് വിച്ച് യൂസ് CLI interface or CLI OS, command line interface OS. For example, MS-DOS. പഴയ കാലത്തെ കമ്പ്യൂട്ടറുകളിൽ MS-DOS എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് ഉപയോഗിച്ചിരുന്നത്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് OSകളാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. അത് ഗ്രാഫിക്സ് ഒന്നും അവൈലബിൾ അല്ല. ഓൾ വി ഗെറ്റ് ഇസ് എ ബ്ലാക്ക് സ്ക്രീൻ വിത്ത് എ ബ്ലിങ്കിങ് സ്ലാഷ്. ഒരു ബ്ലിങ്കിങ് സ്ലാഷും ഒരു ബ്ലാക്ക് സ്ക്രീനുമാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇൻ ഓർഡർ ടു വർക്ക് വിത്ത് ദാറ്റ് കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഹാവ് എ തറവ് ഐഡിയ അബൌട്ട് ഹൗ ടു ഗിവ് ദ കമാൻഡ്സ് ആൻഡ് വി നീഡ് ടു മെമ്മറൈസ് ഓൾ ദ കമാൻഡ്സ് അവൈലബിൾ. എല്ലാ കമാൻഡ്സും നമുക്ക് അറിഞ്ഞിരിക്കുകയും ചെയ്യണം. എങ്ങനെയാണ് ഈ കമാൻഡ്സിനെ ഒരു കോഡ് രൂപത്തിൽ അതിന് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഇൻ അവൈലബിൾ ഫോർ ദ സിവിലിയൻസ്. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ആ കമ്പ്യൂട്ടേഴ്സ് ഒന്നും അവൈലബിളും ആയിരുന്നില്ല. ആസ് ടൈം പ്രൊസീഡ്സ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പല ചാട്ടവും ഉണ്ടായി. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, GUI കണ്ടുപിടിച്ചു, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, വിച്ച് അലൗസ് ദ യൂസർ ടു ഇൻറ്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ വിത്ത് ഗ്രാഫിക് ഇൻ്റർഫേസ്. യൂസറിന് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടുകൂടെ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിക്കാൻ, വിത്തൗട്ട് മെമ്മറൈസിങ് എനി കമാൻഡ്സ്, യൂസറിന് കമ്പ്യൂട്ടറിനെ ഈസി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിൽ, നൂതനമായ രീതിയിൽ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് എന്ത്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ Windows 7, Windows 8, Windows 10 ഓർ എല്ലാം എന്തിന് എക്സാമ്പിളാണ്, graphical user interface an example ആണ്. And after this graphical user interface, nowadays we use touch screen interface. എന്ന് പറഞ്ഞാൽ we don't have to use any keys or any external devices which we needed at the time of graphical user interface. നമ്മൾ graphical user interface യൂസ് ചെയ്തപ്പോൾ Windows 7 യൂസ് ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറിൽ നമുക്ക് സെലക്ഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടിയിരുന്നു, മൗസ് വേണ്ടിയിരുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യാൻ മൗസ് വേണ്ടിയിരുന്നു, ടൈപ്പ് ചെയ്യാൻ കീബോർഡ് വേണ്ടിയിരുന്നു. ഏത്, നമ്മുടെ സാധാരണ ഡെസ്ക് ടോപ്പ് സിസ്റ്റങ്ങളിലല്ല, ലാപ്ടോപ്പിൽ. ഇപ്പോൾ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഉണ്ട്, അവൈലബിൾ ആണ്. ടച്ച് സ്ക്രീൻ ലാപ്ടോപ്സ് ആർ അവൈലബിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് മൗസോ കീബോർഡോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? Everything which we used to do with mouse can be done without using a mouse. Touch screenil we don't have to use mouse because the dragging, dropping, selecting, everything can be done by using our finger. നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമുക്ക് സ്ക്രീനിൽ തന്നെ ഈ പരിപാടികളൊക്കെ ചെയ്യാം. സോ വി ഡോണ്ട് ഹാവ് ടു യൂസ് മൗസ്, കീബോർഡ്. ഇപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിലോ സ്ക്രീനിൽ തന്നെ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, when we need a keyboard it will pop up and we can type. So
ദീസ് ആർ ദ തിങ്സ് അബൌട്ട് CLI GUI ആൻഡ് ടച്ച് സ്ക്രീൻ. അപ്പോൾ അത് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക, അപ്പോൾ മനസ്സിലാവും.